ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മ ഫാമിലി എല്ലാവരും എടുപ്പോന്ന് ഇത് നമ്മളെ കഞ്ഞി കുടിക്കാം ഗൈസ്. ഇത് നമ്മളെ ചമ്മുൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? സോ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് കാണുന്നില്ല, ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കാണുന്നില്ല. സോ ഇന്ന് നമ്മ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശം ഗൈസ്, എല്ലാവരും സൗണ്ട് ആക്കുന്നുണ്ട്. സോ നമ്മ ആരെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ, കസിനുണ്ട്, ചുമ്മു, ഉമ്മ, പിന്നെ എന്തായാലും ഇങ്ങോട്ട് നോക്കൂ, നമ്മളെ കസിൻ, പിന്നെന്ത് നമ്മളിക്ക, നമ്മളെ പുത്രൻ. നമ്മുടെ പുത്രൻ മീൻസ് എൻ്റെ ഇക്കാൻ്റെ പുത്രൻ. അങ്ങനെ കഞ്ഞി കുടിക്കാന്നൊരു മോഹം, അങ്ങനെ കഞ്ഞി കുടിക്കാൻ പോകുന്നില്ല. ഇത് ഏടിക്കാ ആ കഞ്ഞി കുടിക്കുന്ന പ്ലേസ് പേര് പടന്ന ഗൈസ്. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. സോ എന്നെ ഒരിക്കൽ പോകണം എന്ന് അറിയിച്ചുള്ള ഒരു ആശ. ഇക്ക വന്നപ്പോൾ നമ്മൾ കഴിച്ചിട്ടല്ലോ, ഇക്ക പോയിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മ പോയിട്ട് കഴിച്ചിട്ടാ. അങ്ങനെ ഇപ്പൊ പോയിട്ട് നമുക്ക് നല്ല ഭയങ്കര കഞ്ഞി കുടിക്കാം. ഇക്ക എന്നെ പറ്റിതാ കാറിലെല്ലാം ചെത്തി ഇരുന്നിട്ടുണ്ട്. പോകരുത്, എന്നെ വിട്ടിട്ട് പോയേക്കണ്ട അവണല്ലോ. ഇവരെന്നെ വിട്ടിട്ട് പോവാൻ നിൽക്കുന്നത്. ഞാൻ പാഞ്ഞോണ്ട് വരൂ ഗൈസ്. ഇന്നലെ എന്നെ തല മുട്ടി ഗൈസ്. കാണിച്ച മോനെ തല കൊല്ല മോനെ, ഇടാണ് മുട്ടിയത് കാണിച്ച. അത് ഉള്ളി വെച്ച പൊടി. ഇപ്പൊ അവരായിട്ട ഉള്ളി വെച്ച ഇങ്ങനെ രാവിലെ എല്ലാം ആവലുണ്ട്, പൊടി വൈകുന്നേരം ആവും. അതിനെ പേടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നല്ല പാങ്ങിലും മുട്ടീനിട്ടാ പേടിപ്പിച്ചതിന്റെ സന്തോഷം. മുടി നേരൊക്കെ മോനെ ചമ്പ് പേടിച്ചാ, വാവാക്കിത് പേടിച്ചാ. കയ്യെന്ത് റബ്ബറ് പോയ വാച്ചി. നീ എന്തായാലും ഇങ്ങനെ പറയൂ. ഇല്ല എന്ത് പോവാത്തേ? താ ഞാൻ എടുക്കാം. എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നമ്മ ഇതെല്ലാ സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിടാം. നമ്മ പരക്കുന്ന ഇറങ്ങിട്ടാ. എല്ലാരും ഭയങ്കര മൗനം. ചമ്മോ ഒരു പാട്ട് കേൾക്കാമോ? നമുക്ക് പാട്ട് കേട്ടാ പോവാ. എൻ്റെ ഫോണിലില്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. എങ്ങനെ വ്ളോഗല്ലേ ഇനി എത്ര നേരം ഉണ്ടാവുന്നൊന്നും അറിയില്ല. എവിടെയെങ്കിലും ചാർജ് കുത്തേണ്ട പ്ലേസ് ഉണ്ടെങ്കിൽ കുത്തണം. ഫുള്ള് ബ്ലോക്ക് കഴിച്ചു തുടങ്ങി. ഈ പെണ്ണിന് കാറിൽ ഇരുന്നപ്പാട് തുടങ്ങും സ്കൂട്ടി ചൊവ്വ പറയുന്നൊരു സ്കൂട്ടി. മൈ ഇപ്പൊ കഴിഞ്ഞല്ലേ, അവള് സ്കൂട്ടി പഠിപ്പിക്കായിരുന്നു. നീ എന്താക്കുന്നറിയോ? നമ്മുടെ സൈക്കിളിന്റെ കഥ പറയുമ്പോ പഠിപ്പിക്കുന്ന കഴിയുമ്പോ മുമ്പിൽ വേറെ മീനിന്റെ ഡിസ്കഷൻ ഗൈസ്. പക്ഷെ ഇന്ന് നമുക്ക് രാത്രി ഞണ്ട് കറി. അങ്ങനെ എന്താ പറയുക, നല്ല പാങ്ങിൽ ഫ്രൈ ആക്കിയിട്ട് രാത്രി തിന്നണം. ഉച്ചക്ക് നല്ല പാങ്ങിൽ ഫുഡ് തട്ടണം. ഇന്ന ഉദ്ദേശം മാത്രമേ ഇന്നുള്ളൂ. അപ്പൊ നമുക്ക് പോയാപ്പോഴത്തെ ഉദ്ദേശം പക്ഷെ എനിക്ക് ആ തട്ടണ്ട, കിടക്കാം. ഈ രണ്ട് മാത്രം മതി. പക്ഷെ ഇനി ശീലിപ്പിക്കണം. ഭയങ്കര കാറ്റിന്റെ സൗണ്ട് അല്ലേ എന്നറിയില്ലേ. ഇനി എണിക്കാ തട്ട ഉറങ്ങാം, അങ്ങനത്തെ പണി നോക്കണം. അങ്ങനത്തെ പണിക്കല്ല പൈസ തരുന്നല്ല, ഫ്രീ ആയിട്ട് ശമ്പളം. ഞാൻ എപ്പോഴും എണിക്കട്ടിട്ട് തിന്നട്ടിട്ട് കടക്കട്ടിട്ട് അമ്മേന്റെ കുറച്ച് എന്നുമ്മ പറമ്മ കിടക്കാന്നില്ല. പണി മാപ്പില്ലാതെ എടുത്തത് അതാണ് എന്റെ അമ്മയമ്മ. മനസ്സിലായോ? പോവാൻ പോകുന്നുണ്ട്. ഞായറാഴ്ച ഉണ്ടാവുപ്പാ. ഞായറാഴ്ച ഉണ്ടായില്ലേ? ഞായറല്ല, സൺഡേ ഈസ് ഹോളിഡേ. അതുകൊണ്ട് എല്ലാവർക്കും ലീവ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും കഞ്ഞു കുടിക്കാൻ പോവായിരിക്കും, സ്വാഭാവികം. നമുക്ക് അങ്ങനെ നമ്മ എടപ്പാടിനെ കഞ്ഞ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കൊറേ തിരക്കുണ്ട് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് കാറ് എല്ലാം ഉണ്ട്. നമുക്ക് വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് നടന്നിട്ട് ഇങ്ങോട്ട് വരാം. അയനു കഞ്ഞി കുടിക്കാ? നീ കുടിക്കോ? നീ എന്ത് തിന്നുന്നേ? കഞ്ഞി കുടിക്കാൻ വന്നില്ല, നീ വട തിന്നുന്ന്. ഐസിക്കാക്ക് പാർക്കിങ് കിട്ടാതെ അങ്ങടെ പോയിട്ടുള്ളത് കേട്ടോ. പക്ഷെ എന്ത് രസമെന്നറിയോ കാണാൻ. എന്ത് പൊന്നെ, അങ്ങോട്ട് പോകാൻ പറ്റോപ്പാ? നല്ല രസമുണ്ട്.
എന്നാ അതിലേ പോവാൻ കഴിയൂട്ടാ. പക്ഷെ എൻ്റെ മോനെ കൊണ്ടെങ്കിൽ തായുണ്ടോ ഇതിലേ പോവാൻ പറ്റൂടാ. പഠിച്ചോനെ മോൻ പാഞ്ഞോണ്ട് പോയി എൻ്റെ പാപ്പനൊക്കെ. ഗായ്സ് എന്ത് രസമെന്നറിയോ. പക്ഷെ നല്ല സ്പോട്ട്, അടിപൊളി. എനിക്കൊക്കെ തിരക്കായി. കഞ്ഞി കൊടുക്കേണ്ട മൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഫുൾ ഏത് മീനെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പറയാം. എന്തല്ലോ മീൻ എനിക്കറിയില്ല. കൊളോനി ഏരി ചെമ്പൽ ഒരു പീസ് ഉണ്ട്. ചെമ്പല് 450 നല്ല രസം എന്തെന്നറിയോ. ഇത് കുഞ്ഞു പാത്രത്തില്ലയോ. ഇത് രസം. ഫസ്റ്റ് ഈടെ വന്നിട്ട് നമുക്ക് മീൻ പറയണം. പിന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഓർഡറിൽ ബാക്കി എടുക്കുന്നത് കേട്ടോ. ഗൈസ് ഫുഡെല്ലാം ഓർഡർ ഒരു പാടം കിട്ടി മൂടി. നമ്മളിപ്പോൾ മീൻ എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഓർഡർ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറം നമുക്ക് എന്ത് കാണാം, പുഴ കാണാം. നല്ല രസം. ഇതൊക്കെ എന്തെല്ലാം മീൻ പറഞ്ഞതൊക്കെ കൂന്തല്, കക്ക, ചെമ്പല്ലി, ഇത്രയെല്ലാം മീനാ. കോരിയല്ല ഓ മോര് കായ ഇട്ടിക്കണം കേട്ടോ. ഓനന്ന് ഒരു മോരിനെ എനിക്കെന്ത് പറയാനുള്ള. ആ മീൻ ഇപ്പൊ ഓർഡർ കൊടുത്തീനി. ആ മീന് കുത്തു. ബ്രഷ് ആക്കിട്ട് തിന്നണം. ഓക്കെ തായിരിക്കോ നീ തായിരിക്കോ ഇരിക്കും. സോ ഗൈസ് നമുക്ക് വെയിറ്റ് ആക്കാം. തന്നി വേണോ നമുക്ക് പൊന്തില്ല മോനെ തരുമോ? ഗൈസ് എന്റെ പൊന്നും ആ അടുത്ത് മോളെ എടുക്കുക. ഫുള്ള് വെയിറ്റിംഗ് ഗൈസ്. കട്ടൊക്കെ വെയിറ്റിംഗ് വരുന്നില്ല. ഗൈസ് ഇക്ക ബായ് നോക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ അരമണിക്കൂറെല്ലാം ഇതിക്ക് പൈസ ഭാഗ്യം. ഉമ്മ വരുമ്പോ ആപ്പിളും ബനാന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പിള് കഴിച്ചു. അതുകൊണ്ട് ചെറിയൊരു വിശപ്പ്. പൈച്ചിന്റെ പേരുള്ള മാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും വിശപ്പല്ലേ അങ്ങനെ ഉണ്ടാവും. അയ്യനു അയ്യനു അയ്യന് വന്നിക്കാ നമുക്ക് കഴിക്കാം. നല്ല പുളി മീൻ പുളിപ്പുണ്ടാവും. ഭയങ്കര ടേസ്റ്റ്. തള്ളുന്ന കൈസ് തള്ളുന്നല്ല ശരിക്കും. ഇവിടുത്തെ മീനിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയും. പുളി ഉണ്ടാവും. എല്ലാ മീനൊക്കെ ഒരേ മസാല കേട്ടോ. ആ ഒരു പില്ല മീൻ ഇതന്നെ ആയിരിക്കും. അത് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. പറയുന്ന എനിക്കൊന്നല്ല, ഭയങ്കര എക്സ്പെൻസീവ്. ഇതേപോലെ പബ്ലിക്കിലുണ്ടല്ലോ എൻ്റെ അയ്യന് കുപ്പായി കൂടിയിട്ട് തന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂട്ടിക്കൊണ്ട് വന്നേന് അപ്പുറം പോയിട്ടുണ്ട്. ബിന്നില്ല അങ്ങനെ ബിന്നില്ല. രണ്ടൂടെ കൊണ്ടുവന്ന്. പക്ഷെ എനിക്ക് നല്ല ഭംഗിയുണ്ടെങ്കിൽ ചീത്ത കിട്ടി. അവൻ പറഞ്ഞ് അമ്മ ഈ പൊടി തൊട്ടെങ്കിൽ അടിയിട്ട് പറഞ്ഞിട്ട്
ഗൈസ് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. അവനെ കൂട്ടിയിട്ട് വാ. പോകുന്നില്ല, ഭയങ്കര മടി. അല്ലെങ്കിൽ ഈ മൂലൊക്കെ കഞ്ഞി വന്നെങ്കിൽ വരും. വന്നാ വന്നിട്ടാ വന്ന് കണ്ടാ ഇങ്ങോട്ട് വരല. ഞാനൊരു കാര്യം പറയും, ഇങ്ങോട്ട് വാ. ഫൈനലി കോട്ടിട്ട് ഗൈസ്. ഷർട്ടിടണ്ടേ, പക്ഷെ ഇട്ടിട്ടാലും പ്രശ്നമില്ല. ഈ ഡ്രസ് കൂടിയിട്ട് നടക്കുന്നേക്കാളും കുപ്പയിട്ട് കഴിച്ചെന്ന് പറ. കുപ്പയിടാ അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ച് തീരുന്നില്ല. കുറേ കാറ് വന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് പിന്നൂറിന്ന് ഞാൻ ആസനം വിളിക്കട്ടെ, നമുക്ക് പേടിപ്പിക്കാം. ഗൈസ് ആഷിക്ക് നമ്മി വിളിച്ചു, പക്ഷെ എന്താ പറയല് ഇതാണ് കേട്ടോ നമ്മളെ മീനി പേരൊന്നും അറിയില്ല. എന്നാലില്ല മീൻ ആ രണ്ട് സാധനം ഇപ്പുറം വെച്ചാൽ മതി. ഈ സാധനം അപ്പുറം വെച്ചാൽ നെക്സ്റ്റ് വന്നാണ് സ്പെഷ്യൽ കേട്ടോ. ഇപ്പുറം വെച്ചേക്കാം. അതിന് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്ര സാധനം എല്ലാം നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഗോയ്സ് സ്പെഷ്യൽ. ഇത്ര നേരം 1 മണിക്കൂർ കാത്തുനിന്നിട്ട് ഇത് കിട്ടി. സോ എന്താ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് അപ്പുറത്തിട്ടോ. അപ്പൊ നമുക്ക് എത്തില്ല. എൻ്റെ പൊന്നെ ഇനി ഒരു തട്ടല് പൈസ എങ്ങനെ എടുക്കാം? എക്സ്ട്രാ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനുണ്ട്. അമ്മ വാങ്ങിച്ച സാധനമെല്ലാം ഞാൻ വേണമെന്ന് അറിയുന്നുണ്ട്. സംഭവം ഒന്നുമല്ല, എനിക്ക് അത്രയാണ്. എന്ത് പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല സ്പേസ് ഏരിയ. അത് നോക്കട്ടെ. ഓക്കെ, അല്ലാട്ടാ ഈ മീൻ എന്താ പറയുക? കൂന്തലിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പുളിയില്ല. മറ്റേ മീൻ ഞാൻ തിന്നല്ല, പക്ഷെ അതിന് മുന്നോട്ട് മസാല നോക്കാം. ഭയങ്കര പൊടി. എല്ലാവരും ഇതിൻ്റെ ഫിനിഷ് ആക്കിയിട്ടാ പിന്നെ ടേബിളാട്ടാ. പക്ഷേ ഈ മീൻ കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ രണ്ടാം പ്രാവശ്യം കഞ്ഞെടുത്ത് കഴിക്കുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ്. എങ്ങനെ എടുക്കാം? ഒരു കുഞ്ഞ് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നുമ്പോൾ നേരെ നിൽക്കാം. നമ്മളിങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ അതിൻ്റെ രസമുള്ള. ഫൈനലി കഴിച്ചിട്ടെല്ലാം കഴിഞ്ഞ് ഒരാൾ എക്സസൈസ് ആക്കാൻ വേണ്ടി തോന്നിച്ച്. സോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നിന്റെ ഫോട്ടോ എടുക്കാം. ഫുഡെല്ലാം കഴിച്ച് ഇതാ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ. അതിനിങ്ങോട്ട് വാ. എൻ്റെ ഫോണ് ജസ്റ്റ് മിസ്. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഫുഡിങ്ങും ഗുലാബ് ജാമുനും. ഇവിടെ എല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് ഇത് തിന്നണ്ട തിരക്ക് കഴിച്ച് എന്തൊക്കെ കണ്ട റിയാക്ഷൻ എല്ലാം എന്താ പറയല് കഴിഞ്ഞില്ലേ?
സോ ഗായ്സ് ഫുഡെല്ലാം കഴിച്ച് സ്വീറ്റ്സ് എല്ലാം കഴിച്ചിട്ട് ഇനി പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ അറിയില്ലേ, നമുക്കിനി നെക്സ്റ്റ് വേറെ എന്തെങ്കിലും സ്ഥലം പോകാണ്ടില്ലെന്ന് അറിയാം. ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിൽ വരും കേട്ടോ. അപ്പോൾ ബായ്.